ഹലോ ഗേസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയന ആദർശിനോട് പറയുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു കടമയായിട്ട് കരുതേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്തുള്ളൂ, ഞാനും അങ്ങനെയേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ ആദർശിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് കയറി വരും. അപ്പം കനകയോട് ആദർശ് പറയുന്നുണ്ട്, അമ്മ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് നയന ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമാണെന്ന് വിചാരിക്കരുതെന്ന് പറയും. അതെന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കനക. അന്നേരം ആദർശ് പറയും, ഒരു ഹെൽത്ത് ഇൻഷുറൻസുകാരോട് വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നയനയോട് ഞാൻ പറഞ്ഞപ്പോൾ നയന പറഞ്ഞത് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. പക്ഷേ 5 ലക്ഷം ഒന്നും പോരമ്മേ, ഈയിടെ അച്ഛന് ബൈപ്പാസൊക്കെ പറഞ്ഞപ്പോൾ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലേ അന്നത് നമ്മൾ നടത്താതിരുന്നെന്ന് നയന പറഞ്ഞു. അതുകൊണ്ട് 1 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ അമ്മ അതിലെല്ലാവരും ഒപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയെന്ന് പറയും. അപ്പം കനക പറയും, അത് മോനെ അന്ന് ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, അച്ഛൻ അതൊക്കെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറയും. എന്തായാലും അച്ഛന് ഫുൾ ബോഡി ചെക്കപ്പൊക്കെ നടത്തണം, എന്ത് അസുഖം വന്നാലും ഒരു ഇൻഷുറൻസ് ഉള്ളത് നല്ലതല്ലേ. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിലെ ചിലവൊക്കെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ലാത്തതല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഏർപ്പാടാക്കിയിരിക്കുന്നവർ വരുമ്പോൾ അമ്മയൊക്കെ എല്ലാം സൈൻ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആദർശം ഇറങ്ങിപ്പോവും. അപ്പോൾ കനക നയനയോട് പറയും, മോളെ അന്ന് അച്ഛന് പേടിയുണ്ടായിട്ടൊന്നും അല്ലല്ലോ, നമ്മളന്ന് ക്യാഷിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് തന്നെയാണ് ആ ഓപ്പറേഷൻ ഒന്നും നടത്താതെ പോയെന്ന് പറയും. അമ്മ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആദർശേട്ടൻ, ഞാനിപ്പോൾ അമ്മയ്ക്ക് കരൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഉപകാരം തന്നെയല്ല, ആദർശേട്ടൻ എന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്, കരളൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ കൂടിയെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. എന്തായാലും ഈ മരുമോനെ കൊണ്ട് അമ്മയ്ക്കിനി സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ കുടുംബത്തിനും എല്ലാം നല്ലത് മാത്രമേ വരത്തുള്ളൂ. ശരിക്കും മൂർത്തി മുത്തശ്ശൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ആദർശേട്ടന്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ശത്രുക്കളായിരുന്നല്ലോ, അതിന് കാരണമാണ് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അതൊന്നുമില്ല, ആദർശേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടമ്മേ എന്ന് നയന പറയുന്നത് കേൾക്കുമ്പോൾ കനക പറയും, മോളെ ഞങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കേട്ടാൽ മാത്രം മതിയെന്ന് പറയും. അച്ഛൻ വന്നിട്ട് പോയോ അമ്മയെന്ന് നയന ചോദിക്കുന്നുണ്ട്. അച്ഛനോട് ഒരുപാട് നേരം നിന്ന് മോളെ കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞാണ് ഇരുന്നത്, ഞാൻ എന്നിട്ട് ഒരു വിധത്തിലൊക്കെ പറഞ്ഞു വിട്ടു, അച്ഛന് സംശയമൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് നയന ചോദിക്കുന്നു. അന്നേരം ഇല്ല, അച്ഛൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, എന്നാണേലും അച്ഛനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് നന്ദു പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരുന്നതാണ്. അച്ഛൻ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും. മോള് ഹോസ്പിറ്റലിലോട്ടാണെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറണം എന്ന് നന്ദു പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിരുന്നെന്ന്. അത് കേൾക്കുമ്പോൾ നന്ദു ഒന്ന് ഞെട്ടുന്നുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? കടയിലേക്ക് പോവാന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് ഇറങ്ങിയെന്ന് ചോദിക്കും. അത് മോളെ അനി എന്നെ കടയുടെ മുമ്പിലാണ് ഇറക്കിയത്, പിന്നെ കടയിൽ ചെന്നപ്പോഴത്തേന് കടയിൽ ആ പയ്യനുണ്ടായിരുന്നുകൊണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ആദർശ് മോൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കില്ലേ, ഒന്ന് കാണാൻ ചെല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോയെന്ന് പറയും. അവിടെ ചെന്നപ്പോൾ നയനമോളെ കാണാൻ മാത്രം പറ്റിയില്ല എന്ന് പറയും. അത് പിന്നെ ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് നയനയിടത്തിൽ പോയി കാണും. ചേച്ചി അവിടെ എല്ലാ പണിയൊക്കെ ചെയ്യണ്ടേ അച്ഛാ, എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ചേച്ചി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കും വരാൻ താമസിച്ചെന്ന് പറയും. പിന്നെ അവിടെ ചെന്ന സമയത്താണ് ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നെന്ന് പറയും. ഇത്ര പെട്ടെന്ന് ഇറക്കിയോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലൊക്കെ കിടത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും അങ്ങനെയാണ് മോളെ ഓർത്തത്, വെന്റിലേറ്ററിലൊക്കെ കിടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരത്തോളം എന്നാണ് വിചാരിച്ചേ, പക്ഷേ അങ്ങോട്ട് ICUയിലേക്ക് കൊണ്ടുപോയെന്ന് പറയും. എന്തായാലും മരുമോൻ്റെ അമ്മയല്ലേ മോളെ, നമുക്ക് പോയി കാണാതിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയെന്ന് പറയും. പിന്നെ നവ്യമോടെ കാര്യം ഓർത്ത് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ, അവളുടെ കുഞ്ഞിനെ കളയാൻ അവിടെ ഉള്ളവരെല്ലാം ശ്രമിക്കുന്നുണ്ടോയെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയും. അതൊന്നും സംഭവിക്കില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല, നവ്യേടത്തി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് ഇറങ്ങിപ്പോവും. നന്ദു ചെല്ലുമ്പോഴത്തേന് നയനെ ചോദിക്കുന്നുണ്ട്, മോളെ അച്ഛന് കാര്യമൊക്കെ അറിഞ്ഞോന്ന്. ഇല്ല, അച്ഛന് സംശയമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നന്ദു നിൽക്കും. ആദർശേട്ടൻ്റെ അമ്മയെ ICUയിൽ ഇറക്കിക്കൊണ്ട് വരുന്നത് കണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. അതിന് ആദർശേട്ടൻ്റെ അമ്മയെ ഇറക്കിയോ അമ്മയെന്ന്
എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അത് ആദർശേട്ടൻ്റെ അമ്മയല്ലായിരുന്നു മോളെ, ഞാനായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ മുഖം മൂടി ആദർശേട്ടൻ റൂമിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ നന്ദു പറയും, ഇനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്നാൽ നയനേടത്തിയെ അവരാരും അംഗീകരിക്കാതിരിക്കുകയും വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ നയനേടത്തി ഇനി ഒരു നിമിഷം പോലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, തിരിച്ച് വീട്ടിലേക്ക് വരണം. എന്തായാലും ആദർശേട്ടൻ ഇനി ഏടത്തിയെ കളയാനൊന്നും പോകുന്നില്ല. ചേച്ചിയെ കാണാനായിട്ട് തോന്നുമ്പോൾ ആദർശേട്ടൻ ഇനി വീട്ടിൽ വന്ന് കണ്ടോളുമെന്ന് നന്ദു പറയും. അപ്പം നയന പറയും, അതൊക്കെ ഇനി അസുഖമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷമല്ലേ മോളെ, അന്നേരം നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ചെന്നൊക്കെ പറയാം. 41 വരുവാണല്ലോ മോളെ, ഇനി ആദർശും അച്ഛനും ഒക്കെ എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോകുന്നത്? ഈ പ്രാവശ്യം ആരെല്ലാം പോയാലും ആദർശുമോൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കനക പറയും. അതെന്താ അമ്മേ അങ്ങനെയെന്ന് നയന ചോദിക്കുന്നുണ്ട്. അതല്ല മോളെ, നീയും അമ്മയും ഒരുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് അവർ പോകാൻ സാധ്യതയില്ലല്ലോ എന്ന് കനക പറയും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും ജാനകിയും ജലജലായിട്ടിരുന്ന് ചായ കുടിക്കുന്നതാണ്. അപ്പം മുത്തശ്ശി പറയും, നയനമോൾ ഇവിടെ ഇല്ലാത്ത കാരണം കറക്റ്റ് സമയത്ത് ഒരു ചായ പോലും മുത്തശ്ശിന് കിട്ടുന്നില്ല എന്ന്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അമ്മയെന്ന് ജാനകി പറയും. അപ്പം ജലജ പറയും, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, ഞാനും അടുക്കളയിൽ കയറാറില്ല എന്ന്. നിൻ്റെ കയറ്റമൊന്നും എന്നോട് പറയണ്ട എന്ന് മുത്തശ്ശിയും പറയും. എനിക്ക് അടുക്കളയിൽ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല, കാലുവേദനയല്ലേ, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറി കറക്റ്റ് സമയത്ത് വല്ലതൊക്കെ ഉണ്ടാക്കി മുത്തശ്ശിന് കൊടുത്തേനെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇപ്പം നിനക്കൊക്കെ നയനമോളുടെ വില മനസ്സിലായില്ലേ? മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പം നിങ്ങൾ അടുക്കളയിലോട്ട് കയറാറേ ഇല്ലായിരുന്നല്ലോ, എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടുകയും ചെയ്യുമായിരുന്നു. പണി ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ലേ അവളിപ്പോൾ ഐസിയുവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നത് എന്ന് ജലജ പറയുമ്പോഴത്തേന് ജാനകി പറയുന്നുണ്ട്, അവൾ മാത്രമാണോ, അവളുടെ വീട്ടുകാരെല്ലാവരും വന്ന് ഐസിയുവിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഏട്ടത്തിക്കാണെങ്കിൽ അവരെ കാണുകയും ചെയ്യരുത്, എന്നിട്ടും അവിടെ തന്നെ ഇരിക്കുക, അത് ഏട്ടനെയും ആദർശിനെയും സോപ്പിടാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ജാനകിയും പറയും. ആ സമയത്താണ് ആദർശും അനിയും അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും, എങ്ങനെയുണ്ട് മോനെ, ദേവയാനിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന്. അപ്പോൾ ആദർശ് പറയും, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സത്യമാണോ മോനെ നീ പറഞ്ഞത്, അതോ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് ചോദിക്കും. അതൊന്നുമല്ല മുത്തശ്ശി, ശരിക്കും ഞാൻ സത്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മുത്തശ്ശൻ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കില്ലേ, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നെന്ന് ജലജ പറയുന്നുണ്ട്. അപ്പം ജാനകി പറയും, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് പേര് ഏട്ടത്തി സുഖപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുമെന്ന് പറയും. നീ നയനമോളെയും കുടുംബത്തെയാണ് പറഞ്ഞെങ്കിൽ അത് ശരിയായില്ല, അവരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. നയനെ കുറ്റപ്പെടുത്തി ജാനകി ഓരോന്ന് പറയുമ്പോഴത്തേന് അനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, നയനേടത്തി ആരും കുറ്റം പറയണ്ട, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. അത് കേൾക്കുമ്പോൾ ആദർശം പറയും, അത് അവൻ പറഞ്ഞത് ശരിയാ, എനിക്കും അത് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അനി ഇങ്ങനെ പുറത്ത് മൊബൈലൊക്കെ നോക്കി നിൽക്കുമ്പോൾ ജാനകി അങ്ങോട്ട് വരും. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആ കൊച്ചിനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാത്തെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയല്ലേ, അതിനിടയിൽ എനിക്ക് അതിനൊന്നും സമയമില്ലെന്ന് അനി പറയും. നീ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, നയനയുടെ ആ അഹങ്കാരിയായ അനിയത്തിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ലേ നീ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ വല്യമ്മയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്, അല്ലാതെ നന്ദുവിനെ കാണാനൊന്നും അല്ലെന്ന് പറഞ്ഞ് അനി ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്നാലും എൻ്റെ മരുമോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ പറഞ്ഞ് ജാനകി അനിയോട് ദേഷ്യപ്പെടുകയാണ്. അവൾ അവിടെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് അവളെ ചെന്ന് വിളിക്കേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. അതുതന്നെയാണ് അച്ഛനും വല്യച്ഛൻ്റെയും തീരുമാനമെന്നും അനി പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് ജാനകി പറയുന്നുണ്ട്. അവൾ എൻ്റെ മോള് മാത്രമല്ല മരുമോളുമാണ് എന്ന് പറയും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഇനി ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ സാധിക്കില്ല എന്ന് പറഞ്ഞ് അനി അങ്ങ് പോകും. ജാനകിയും ജലജയും കൂടെ നിന്ന് നയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആദർശിനോട് ജാനകി പറയുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം നയനയായിരുന്നു, നയനയാണല്ലോ ഇപ്പം ഏട്ടത്തിയെ ഹോസ്പിറ്റലിൽ കിടക്കാനും കാരണക്കാരി, അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നയനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന്. നയന ആരാണെന്നും അവരുടെ വീട്ടുകാരെന്താണെന്നും ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ തന്നെ നയനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്തു പോയെന്ന് പറഞ്ഞാലും നയനെ ഈ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞ് ആദർശ് ഇറങ്ങിപ്പോകും. അത് കേട്ടപ്പോൾ അടി കിട്ടിയ പോലെ നിൽക്കുകയാണ് ജാനകിയും ജലജയും. അന്നേരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന നയനയുടെയും ദേവയാനിയുടെയും മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.